സജി എന്താ താങ്കൾ ഒരു ഗൂഢാലോചനയ്ക്കുള്ള തെളിവെന്ന മട്ടിൽ മറ്റൊരു ചാനൽ പറയുന്നത് കേട്ടു. താങ്കൾ ചർച്ചകൾ പങ്കെടുക്കാതിരിക്കാൻ കേരള പോലീസ് പണം വാഗ്ദാനം ചെയ്യുന്നു. ഒരു ആവശ്യത്തിൽ പറഞ്ഞാണോ, അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ പറഞ്ഞാണോ, അതോ അങ്ങനെ ഉണ്ടായോ സജി? അത് കേരള പോലീസാണെന്നറിയില്ല. എന്തായാലും പോലീസുകാരാണ് എന്നോട് പറഞ്ഞത്. അത് ഞാൻ നാളെ വേണേൽ പരാതി കൊടുക്കാൻ തയ്യാറാ. പോലീസ് ഒന്ന് അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാ. ഇനി അത് പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദിലീപിന് അനുകൂലമായിട്ടുള്ളവർക്ക് പരാതി ആരെടുക്കാനാ? പറഞ്ഞല്ല. എന്തിനാ ചുമ്മാ പറയുന്നത്? ഞാനൊന്നും ചുമ്മാതെ പറയാറില്ല. അല്ല, ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാൻ കേരള പോലീസ് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. താങ്കളെ പോലെ കോടീശ്വരൻ 5 ലക്ഷം രൂപ എന്ത് കാര്യം സജി? അത് അങ്ങനെയൊക്കെ ആയാലും വാഗ്ദാനം ചെയ്തു. താങ്കൾക്കൊക്കെ വിലയിടണമെങ്കിൽ ചുരുങ്ങിയത് 1 കോടി വിലയിടില്ലേ? അത് കേരള പോലീസാണോ ഇനി മറ്റവർ വിട്ടവരാണോന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഡ്രസ്സിലല്ലല്ലോ വരുന്നത്, അപ്പൊ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ ചാനലിൽ 10 ദിവസം വേണ്ടി വരും. എന്ത് പേരാ പറഞ്ഞേ? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കേട്ടില്ലേ? അവര് പോലീസിൽ നിന്നാണെന്നാ പറഞ്ഞത്. പോലീസിൽ നിന്നാണെന്നാ എന്നോട് പറഞ്ഞ ചേംബറിൽ. എന്തോ ഏത് പേരൊന്നും പറഞ്ഞില്ല? പേരൊക്കെ ഓർമ്മയുണ്ടോ? വന്നവരുടെ പേരോ ഓർമ്മയുണ്ടോ? ഇല്ല, 2018 ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്താണ്. അത് എൻ്റെ ഒരു ബന്ധു, അകന്ന ബന്ധുവായ ഒരു പോലീസ് DYSP മുഖേനയാണ് അവരെൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹത്തിന് ഇത് അറിയുമെന്ന് അറിയില്ല. എന്നോട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എൻ്റെ കൂടെ റോയി മാമൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആ ആള് അബാദ് പ്ലാസയുടെ താഴെ ആഷിഫിക്ക് അറിയാലോ, ഒരു ക്ലാസ് ഇട്ട ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ വെച്ച് എന്നോട് പറഞ്ഞു ചാനലിൽ നിന്ന് ചർച്ചയിൽ നിന്ന് പിന്മാറണം, എന്തറിഞ്ഞിട്ടാ ചർച്ചയിൽ പോകുന്നതൊക്കെ എന്നോട് ചോദിച്ചു. ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ ബന്ധു കൂടി ഉണ്ടല്ലോ. അല്ല, താങ്കളുടെ ബന്ധു DYSP വിളിച്ചു പറഞ്ഞിട്ട് വരുമ്പോൾ കേരള പോലീസിലെ ആൾക്കാർ തന്നെ ആവില്ലേ സജി? അങ്ങനെ താങ്കളുടെ ബന്ധു DYSP വിളിച്ചു പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാത്ത പോലീസുകാരുണ്ടാവും. സ്വാഭാവികമായിട്ടും. ആ പേര് പറയൂ, ആരാണ്? അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അദ്ദേഹത്തിന് വന്ന ആൾക്കാർ ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൈസ ഓഫർ ചെയ്ത കാര്യമോ, എന്നോട് തിരിച്ച് പൈസ 3 കോടി രൂപ ഈ പറഞ്ഞിരിക്കുന്ന കാവ്യ മാധവൻ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം, അതേക്കുറിച്ച് പരാമർശം ഉണ്ടെന്നില്ല. അദ്ദേഹം ഒരു നല്ല ഓഫീസറാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ അകന്ന ബന്ധുവാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് വരാം. അത് വരട്ടെ, നാളെ വരട്ടെ, നമുക്ക് പറയാമല്ലോ. നമ്മളൊക്കെ പറഞ്ഞ് ആര് കേൾക്കാനാ? ഇവിടെ ദിലീപിനെതിരായി പറയുന്നവരെ മാത്രമല്ല ഇവിടെ സ്വീകരിക്കത്തുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു വക്കീൽ അദ്ദേഹം പറയുകയാണ്, കോടതിയിൽ തെളിവുകൾ ഉണ്ടായിട്ട് എന്താണ് ശിക്ഷിക്കാനെന്ന് അറിയില്ലെന്ന്. ഇദ്ദേഹത്തോട് ഒരൊറ്റ ചോദ്യം, കോടതിയിൽ കൊടുത്ത തെളിവ് താങ്കൾ കണ്ടിരുന്നു? അപ്പൊ പിന്നെ കോടതിയുടെ വെർഡിക്റ്റ് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.